ദുരന്തമാഘോഷിച്ച് എല്ലാവരും പിൻവാങ്ങിയിട്ടും ഷിരൂരിലെ അപകടത്തെ തുടർന്ന് ഇപ്പോഴും കരളുരുകി കഴിയുന്നവരെ തേടി മനാഫ് തൻ്റെ യാത്ര തുടരുകയാണ്. ഗംഗാവലി പുഴയുടെ തീരത്തുകൂടെ നീളുന്ന ഈ നാലുവരിപ്പാത മൂടി ഉരുൾപൊട്ടി വന്ന മൺകൂനയിൽ പുതഞ്ഞു കാണാതായ ലക്ഷ്മണൻ്റെ ധാബയിലെ സഹായി കൂടിയായ ജഗന്നാഥൻ്റെ വീട്ടിലേക്കാണ് ഈ യാത്ര. ഇതുവരെ ഒരു വ്യക്തതയും വന്നിട്ടില്ലാത്ത ജഗന്നാഥൻ്റെ തിരോധാനത്തിൽ മനം നൊന്ത് കഴിയുന്ന ഒരു കുടുംബമുണ്ട് ഈ ഇരുട്ടിനപ്പുറത്ത്. ഒരമ്മയും വിവാഹപ്രായമായ 2 പെൺകുട്ടികളുമുണ്ട് ആ വീട്ടിൽ. ഇതാണ് ജഗന്നാഥൻ്റെ വീട്. ಹೆಂಗ್ ನಡೀತಾ ಇದೆ ಇದು ಗೊತ್ತಲ್ಲ ತಮ್ಮ ಈಗ ಬರ್ತಾ ಇರೋದು ಇಲ್ಲ ನಾನು ಮುಂಡಗೋಡಿಗೆ ಬಂದೆ. ಅಲ್ಲಿದೆ ಮುಂಡಗೋಡಿ ಅಂತ ಅಲ್ಲಿ ಬೇರೆ ಏನಿಲ್ಲ ಯಲ್ಲಾಪುರ ಅಲ್ಲಿಗೆ ಬಂದೆ. ಮತ್ತೆ ನಿನ್ನೆ ಕರ್ಕೊಂಡು ಹೋಗೋಣ ಅಂತ ಬೇರೆ ಒಳ್ಳೋದಿಲ್ಲ ಡಬ್ಳ ವೀಡ ಅಮ್ಮ ಜಗನ್ನಾಥന്റെ ವೈಫ್. ಜನ ಕೇರಳದಲ್ಲಿ ಎಲ್ಲರೂ ಕೇಳ್ತಾ ಇದಾರೆ ನಿಮ್ಮನ್ನ, ಹೆಂಗಿದಾರೆ, ಆರಾಮಿದಾರ, ಏನು ನಿಮ್ ಬಗ್ಗೆ ಏನು ಅಲ್ಲಿ ಕೇರಳಕ್ಕೆ ಏನು ಇದು ಬರ್ತಾ ಇಲ್ಲ, ನ್ಯೂಸ್ ಬರ್ತಾ ಇಲ್ಲ ನಿಮ್ ಬಗ್ಗೆ. ಅವಾಗ ಹಿಂಗ್ ಕೇಳ್ತಾ ಇದಾರೆ ಎಲ್ಲರೂ. ಈಗ ಕೆಲ್ಸ ರೆಡಿ ಆಯ್ತು. ಈಗ ಇಲ್ಲಿ ಕೆಲ್ಸ ಮಾಡೋದು ಯಾರು? ഇത് ഏറ്റവും ചെറിയ മോളാണ് ജഗന്നാഥന്റെ. ಏನ್ ಕೆಲಸ ಸಿಕ್ಕಿದೆ? ಅದು ಇದಲ್ಲ ಟೂರಿಸಂ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಇದಲ್ಲ ಸೆಂಟ್ರಲ್ ಗವರ್ಮೆಂಟ್ ಕೆಲಸ ಸಿಕ್ಕಿದ್ದು ಅಕ್ಕಗೆ. സെൻട്രൽ ഗവൺമെന്റില് ജോലി, പെർമനന്റ് ജോലി മൂത്ത മോക്ക് കിട്ടി. ഇവള് കളക്ടറേറ്റില് അല്ലെ, കളക്ടറേറ്റില് താൽക്കാലിക ജോലിയാ ഇളയമോക്ക്. അത് മിക്കവാറും പെർമനന്റ് ആക്കി എന്നുള്ളതാണ് പറഞ്ഞത്. പെർമനന്റ് ಆಗ್ತಾ ಅಲ್ಲ? ಅಕ್ಕಂದು ಪರ್ಮನೆಂಟ್. ನಾನು ಸ್ವಾಮೀಜಿ ಹತ್ರ ಮಾತಾಡ್ತಾ ಇರ್ತೀನಿ ಯಾವಾಗಲೂ. ನಿಮ್ದು ಪರ್ಮನೆಂಟ್ ಮಾಡ್ಲಿಕ್ಕೆ ನಾವು ಇದ್ ಮಾಡ್ತಾ ಇದ್ವಿ. ಅದೇ ಆಗಿದ್ರೆ ಒಳ್ಳೇದಲ್ಲ. ಸೆಂಟ್ರಲ್ ಗವರ್ಮೆಂಟ್ ಆ ಕೆಲಸ ನಾವೆಲ್ಲರೂ ಸೇರಿ ಅದು ಕನ್ಫರ್ಮ್ ಮಾಡಿಸಿದ್ದು. ನಿಮಗೆ ಒಂದು ಇದಾಗತ್ತಲ್ಲ, ಆಗತ್ತಲ್ಲ. ಫಸ್ಟ್ ಸ್ಯಾಲ್ರಿ ಬಂತ? ಬಂದಿಲ್ಲ. ഫസ്റ്റ് സാലറി വന്നിട്ടില്ല. ഇവൾക്ക് വന്നിട്ടില്ല, ഏച്ചിക്ക് വന്നു. ഏച്ചിക്ക് വന്ന് ടീച്ചർമാരുടെ കളിച്ചത്. ಈಗ ಮಕ್ಕಳಿಗೆ ಮಾಡ್ದಲ್ಲ, ಟ್ರೀಟ್ಮೆಂಟ್ ಎಲ್ಲ ಕೊಟ್ಟಿ ಮಕ್ಕಳು ವಿಡಿಯೋ ನೋಡಿಲ್ಲ, ಟ್ರೀಟ್ಮೆಂಟ್ ಮಾಡಿಸಿ ಈಗ ಒಂದು ಇದಕ್ಕೆ ಅಳವಿಗೆ ಓಕೆ. ಇನ್ನು ಟ್ರೀಟ್ಮೆಂಟ್ ಇದೆ. ಅದು 1 ದಿನ 2 ದಿನ ಮುಗಿಯಲ್ಲ. ಈಗ ಪುನಃ ಒಂದು 6 ತಿಂಗಳು ಮುಗಿದ್ಮೇಲೆ ಮತ್ತೆ ಬರ್ಬೇಕು. മക്കളെ കഥ ചോദിക്കുക. ഞാൻ ചികിത്സയുടെ കാര്യം പറഞ്ഞു കൊടുക്കുക. ಈಗ ಏನಾಗಿದೆ ಅದ್ರದ್ದು? ಅದು ಮತ್ತಲ್ಲೇನೋ ಕೆಲಸ ಮಾಡ್ತಿರ್ಲಿಲ್ಲ. ಅದು 2 ಮೂಳೆ ಅದ್ರ ದುಡ್ಡು ಏನು ರಿಪೋರ್ಟ್ ಏನು ಬಂದಿಲ್ಲ. ഇതുവരെ ആയിട്ട് 1.5 മാസമായിട്ട് DNA റിപ്പോർട്ട് വന്നിട്ടില്ല. ബರುತ್ತೆ ಅಂತ ಹೇಳ್ತಾ ഇದ್ದಾರೆ. ഇന്ന് വരും നാളെ വരും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. സത്യത്തിൽ ഇവർക്ക് ഒരു പ്രഷർ ചെയ്തിട്ട് അത് ഇവരെ അച്ഛന്റെ തന്നെ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാല് ഇതായി കഴിഞ്ഞാൽ ഇവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. അല്ലാതെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടൂല. 7 വർഷം കഴിയണം എന്നുള്ളതാണ്
നിയമം. അപ്പൊ അതിനു വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് 7 വർഷത്തെ. അല്ല, ഈ അപകടം നടന്ന സമയത്ത് ഇത് എങ്ങനെയാ അവിടെ എത്തിയത്? അല്ല അവിടെ ജഗന്നാഥൻ മറ്റേ മറ്റേ ഇവരുണ്ടല്ലോ, ലക്ഷ്മൺ നായകിന്റെ അളിയനാ. അളിയനാ. ആ കടയില്, ചായക്കടയിലെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യണത് ജഗന്നാഥനാ. ശരി ശരി. ഒരു അളിയനാണ്. ഇപ്പൊ ഇവിടെ നിന്ന് ഇവളെ അമ്മന്റെ ആങ്ങളാണ് ഈ ലക്ഷ്മണൻ. മാമ, അങ്കിൾ. ലക്ഷ്മണനും ഫാമിലിയും, അതായത് ലക്ഷ്മണനും ഭാര്യയും 2 കുട്ടികളും ഈ അപകടത്തിൽ മരണപ്പെട്ട് അതിന്റെ ഒരു പൈസ വേറെ ആർക്കും കൊടുക്കാനില്ലല്ലോ. ലക്ഷ്മണന്റെ മൊത്തം ഫാമിലി പോയോട് കൂടിയിട്ട് അവിടുന്ന് ഒരു 20 ലക്ഷം റുപ്യ കിട്ടിയിരുന്നു. ആ 20 ലക്ഷം റുപ്യയില് ലക്ഷ്മണന്റെ ഭാര്യന്റെ അമ്മക്ക് 5 ലക്ഷം പോയി. ബാക്കി 15 ലക്ഷം റുപ്യ ഇവരെ ആങ്ങളമാര് അതുപോലും ഇവർക്ക് കിട്ടിയില്ല. ഈ വീടിന്റെ അവസ്ഥ നോക്കി. ಅದೇ ಅದೇ ಯಾರಿಗೊಂದು ಮನೆ ಕಟ್ಕೊಟ್ಟು ಮಾಡ್ಲಿ ಅಂತ ಮಾಡೋದು. ಯಾರು ಹೇಳಿದ್ರು? ಅಧಿಕಾರಿ ಎಲ್ಲ ಬಂದಿದ್ರು. ಯಾವ ಅಧಿಕಾರಿ? ರಾಜಕಾರಣಿಗಳು, ಬಿಜೆಪಿ ಕಾಂಗ್ರೆಸ್ ಎಲ್ಲ ಬಂದಿದ್ರು. ബിജെപിയും കോൺഗ്രസും എല്ലാരും വന്നിട്ട് വീടുണ്ടാക്കി തരാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പോയിട്ടുണ്ട്. പറഞ്ഞ് ആരും അതിനുള്ള ആരും ഇവർക്ക് ഇവിടെ ഒന്നും ചെയ്തു കൊടുത്തില്ല. ഈ വീടിന്റെ ബാക്കിൽ അവിടൊക്കെ പൊട്ടി പൊളിഞ്ഞു വെക്കുന്നത്. പണ്ട് ഇതാകണ്ടി അതൊക്കെ പൊട്ടി പൊളിഞ്ഞ. അത് പണ്ട് ഇവിടെ ഈ ഹൈവേ പണി നടക്കുമ്പോ പടകം വെച്ചിട്ട് പൊട്ടിക്കല്ലോ, വെടിമരുന്ന്. അതിലിവിടുത്തെ എല്ലാ വീടുകളും ഇതായിരുന്നു. അങ്ങനെ ഈ വീടിന്റെ ആ ചുമരൊക്കെ ഇളകി പോന്നിക്കണ്. ദേവസ്വാമി, ഈ 4 പെണ്ണുങ്ങളാണ് ഈ വീട്ടിൽ ഉണ്ടാവുക. പിന്നെ ഇതാണ് ഇവരെ അവസ്ഥ. DNA ರಿಪೋರ್ಟ್ DNA ರಿಪೋರ್ಟಿಂದು ಈಗ ನಮ್ದೇ ಕನ್ನಡ ಚಾನೆಲ್ ಇದೆ, ಅದರಲ್ಲಿ ಎಲ್ಲರಿಗೂ ಗೊತ್ತಾಗ್ಬೇಕು. ಈಗಲೂ 1.5 ತಿಂಗಳಾಯ್ತು, ಈಗಲೂ ಇವರಿಗೆ DNA ರಿಪೋರ್ಟ್ ಸಿಕ್ಕಿಲ್ಲ. ಅಧಿಕಾರಿಗಳು ಯಾರಾದ್ರೂ ನೋಡಿದ್ರೆ ಸ್ವಲ್ಪ ಜಲ್ದಿ ಇವರು ಅಪ್ಪಂದು ಡೆತ್ ಸರ್ಟಿಫಿಕೇಟ್ ಸಿಕ್ಕ ಹಂಗೆ ಮಾಡ್ಕೊಡ್ರಿ. ಬೇಕಿತ್ತು ಡೆತ್ ಸರ್ಟಿಫಿಕೇಟ್. ಅದೇ ಅಂದ್ರೆ ಎಂತ ಮಾಡೋಂಗಿಲ್ಲ ನಮ್ಗೆ ಜಾಗದ್ದು. ಮತ್ ನಂದು ಲೋನ್ ಇತ್ತು, ಅದೆಲ್ಲ ಏನ್ ಮಾಡೋಂಗಿಲ್ಲ. ಅದು ಈಗ ಲೋನ್ ಕಟ್ತಾ ಇದ್ದೀರಾ? ಕೊಡ್ತಿದ್ದೆ. അവർക്ക് ലോണൊക്കെ ഉണ്ട്. ആ ലോണൊക്കെ ഇനിയിപ്പോ ഇവിടെ ഓരോ ഏക വരുമാന മാർഗം ഇനി അയാൾ പോയോട് കൂടിയിട്ട് ഇപ്പൊ ആ ലോണും കാര്യങ്ങളൊക്കെ നിന്ന്. ഇനി മക്കൾക്ക് ജോലി അയക്കുന്നു, പക്ഷെ ശമ്പളമൊക്കെ കിട്ടി വരണം. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ആ ലോണൊക്കെ എഴുതി തള്ളാവുന്നതേ ഉള്ളൂ. അതുപോലും ചെയ്തിട്ടില്ല. ഇതാണ് ആള്. ഇവത്തെ അങ്ങനെ ഒരു കോൺസിഡന്റ് കൂടി ഉണ്ട്. ഇപ്പൊ ഈ അപകടം നടന്നിട്ട് ഞമ്മള് വരുന്ന ദിവസം കൃത്യം 4 മാസമാവുക. ഇതാ വന്ന് മൂത്തയാളാണല്ലോ, നടുത്താളാ. നടുത്താള്. ഇവരെവിടെയാ ജോലി ചെയ്യുന്നത്? ഇവളാണ് ഇപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റില്. ടൂറിസം ഡിപ്പാർട്ട്മെന്റില് ഇളയ കുട്ടി. ಸೆಂಟ್ರಲ್ ಗವರ್ಮೆಂಟ್ ಅಲ್ಲ, ಪರ್ಮನೆಂಟ್ ಅಲ್ಲ, ಪರ್ಮನೆಂಟ್ ಆಗತ್ತೆ. BHC ಅಲ್ಲ, ಮಾತಾಡಿದ್ವಿ. BHC ഇതിപ്പോ നമ്മളൊരു ഫാമിലി മാതിരിയാണ്. മൂത്ത കുട്ടി ജോലിക്ക് പോയതാണ്, കല്യാണം കഴിഞ്ഞ് പോയത്. ഭർത്താവിന്റെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവർ ಗೊತ್ತಲ್ಲ. ഇവിടെ ഇരുന്നോട്ടെ. ಈಗ ನಾನು ಅದೇ ಹೇಳ್ತಾ ಇರೋದು, ನನಗೆ ಅಂಗಿಗಳು ಇದೆ. ಈಗ ನಾವು ಇಲ್ಲಿ ಬರ್ಬೇಕು, ನಮ್ಮ ರೆಸ್ಪಾನ್ಸಿಬಿಲಿಟಿ ಅನಿಸು. ನಮ್ದೇ ಕೆಲಸ ಎಲ್ಲ ಇದಾಗಿತ್ತು. ನಿಮ್ ಬಗ್ಗೆ ನಮಗೆ ಅದೇ ಟೆನ್ಷನ್. ಈಗ ಟೆನ್ಷನ್ ಅಂದ್ರೆ ನಿಮಗೆ ಒಂದು ಡೆತ್ ಸರ್ಟಿಫಿಕೇಟ್ ಸಿಕ್ಕಿಲ್ಲ, ಅದೊಂದು ದೊಡ್ಡ ತೊಂದರೆ. 1.5 ತಿಂಗಳು ಆಯ್ತು, ಈಗ ಡೆತ್ ಸರ್ಟಿಫಿಕೇಟ್ ಸಿಕ್ಕಿಲ್ಲ ಅಂದ್ರೆ DNA ರಿಪೋರ್ಟ್ ಎಲ್ಲ ಏನ್ ಮಾಡ್ತಾ ಇರೋದು? ಬೇಕಂದ್ರೆ 2-3 ದಿನದಲ್ಲಿ ಸಿಗುವ ಕೆಲಸ.
1.5 മാസം കഴിഞ്ഞിട്ടും ഇവര് അച്ഛന്റെ ആ എല്ലുകൾ അച്ഛന്റെ ആണെന്ന് തെളിയിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. 2 എല്ലുകൾ എത്ര 1 കോടി റുപ്യ ചെലവാക്കിയിട്ട് ആ എല്ലുകൾ കിട്ടിയത്. അതെ അതെ അതൊരു ഫുൾ ഇങ്ങനെയാണോ ഉണ്ടാവുക? എന്താ ഇങ്ങനെ ഒരു എല്ല് കഷ്ണം കിട്ടിയാൽ അത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് കെമിക്കൽ ഇടും? അതെങ്ങനെയാന്ന് അതിന്റെ ഒരു ഭാഗമല്ലേ ഇടാൻ പറ്റുള്ളൂ? ഇല്ലല്ലോ. ಅದಿ ಒಂದು ಮೂಳೆ ಸಿಕ್ಕಿದ್ರೆ ಅದು ಪೂರ್ತಿ ಕೆಮಿಕಲ್ ಎಲ್ಲ ಹಾಕಂಗಿಲ್ಲಲ್ಲ. ಅದ್ರದ್ದು ಒಂದು ಪೀಸ್ ತೆಗ್ದಿ ಹಾಕಿ ನೋಡಿ, ಮೇ ಬಿ ಅದರಲ್ಲಿ ಕೆಮಿಕಲ್ ಜಾಸ್ತಿ ಆಯ್ತು, ಓಕೆ ಲೀವ್ ಇಟ್, ನೆಕ್ಸ್ಟ್ ಪೀಸ್ എടുത്ത് ചെയ്യണ്ടല്ലേ? ತೆಗ್ದಿ ಮಾಡುದು. ಈಗ ಒಂದ್ ವಿಷಯ ಕನ್ಫರ್ಮ್ ಆಗಿದೆ, ಅದು ಮನುಷ್ಯನ ಮೂಳೆ ಅಂತ ಹೇಳಿ ಕನ್ಫರ್ಮ್ ಆಗಿದೆ. ಎರಡು ಕನ್ಫರ್ಮ್ ಆಗಿದೆ. ಅದು ಯಾರ್ದಂತೇಳಿ ಮೋಸ್ಟ್ಲಿ ಎಲ್ಲಾರ್ದು ಮುಂಚೆ ಸಿಕ್ಕಿದ ಬಾಡೀಸ್ ಎಲ್ಲ ಕ್ಲಿಯರ್ ಆಗಿ ಸಿಕ್ಕಿದೆ. ಸೊ ಆ ಮೂಳೆಗಳ ಯಾರ್ದು ಅವ್ರದ್ದು ಯಾರ್ದು ಅಲ್ಲ. ಸೊ 95% ಇವ್ರ ಅಪ್ಪ ಅವ್ರದ್ದೇ ಇರ್ಬೋದು, ಇಲ್ಲ ಲೊಕೇಶನ್ ಇವ್ರ 2 ಜನರು ಯಾರ್ದ ಇರ್ಬೋದು. ಅದು ಮಾಡ್ಲಿಕ್ಕೆ ಈಗಲೂ ಆಗಿಲ್ಲ. ಆಮೇಲೆ ಯಾವ್ದಾದ್ರು ಚಾನೆಲ್ ಅವರು ಯಾರಾದ್ರೂ ಬಂದಿದ್ರ? ಯಾರು ಬಂದಿಲ್ಲ. ಚಾನೆಲ್ ಅವರು ಬಿಟ್ಬಿಟ್ರು, ಚಾನೆಲ್ ಯಾರು പോലും ಬಿಟ್ಟುപോയി. ಯಾರಿಗೆ? ಕೆಮಿಕಲ್ ಜಾಸ್ತಿ ಆಗಿರುತ್ತೆ, ಏನಾಗ್ತದೆ ಬರುತ್ತೋ ഇല്ല. നമ്മളെ നാട്ടിലെ കാണുന്നുണ്ടെങ്കിൽ ಚಾನೆಲ್ ಫಾಲೋ ಅಪ್ ചെയ്യും. ಅದೇ ನಮ್ಮೂರಲ್ಲಿ ಚಾನೆಲ್ ಅವರು ಇದ್ರೆ ಫಾಲೋ ಅಪ್ ಮಾಡ್ತಾರೆ. ಆದ್ರೆ ಇಲ್ಲಿ ಯಾರು ಇಲ್ಲ. ಈಗ ಸಿಕ್ಕೋ ತನಕ ಬಿಡ್ಲಿಲ್ಲ, ಲಾಸ್ಟ್ ಪೋಸ್ಟ್ ಮಾರ್ಟಮ್ ಮಾಡಿ ವಾಪಸ್ ತಗೊಂಡು ಹೋಗೋ ತನಕ ಇದ್ರು ನ್ಯೂಸ್ ಇಲ್ಲ. ಏನಾದ್ರೂ ನೀವು ವಿಷಯ ಸಿಕ್ಕಿದ್ರೆ ಅಷ್ಟೇ ಬರ್ತಾರೆ. ಒಂದು മാധ്യമ ധർമ്മം ചൊല്ലി ഞാൻ പറഞ്ഞത് ഈ കാര്യത്തില് മനാഫ് ഒന്നുകൂടി ഈ വിഷയത്തിൽ ഒന്നുകൂടി ഇടപെടാൻ പറ്റേണ്ടി വരും. അല്ലാതെ ഞാൻ എന്താ പറഞ്ഞ ഞാൻ മിണ്ടാകുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു കച്ചറ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇന്നിപ്പോ നമ്മള് എനിക്കെതിരെയുള്ള ഇവിടുത്തെ കേസും കാര്യങ്ങളും, നമ്മളിപ്പോ എന്തൊക്കെ പ്രയാസത്തിലാണ് ഇവിടെ വരെ വന്നതും, എങ്ങനെയാണ് ഇപ്പൊ നമ്മള് ഇപ്പത്തെ ജീവിതം എന്നുള്ളത് നാട്ടിലുള്ള ആളുകൾക്ക് കുറ്റം പറയാനേ നേരമുള്ളൂ. നമ്മൾ അനുഭവിക്കുന്നത് നമുക്കറിയാം. പക്ഷെ ಇದು ಕಂಡು ನಿಲ್ക്കാൻ കഴിയില്ലല്ലോ. ಇದು ನೋಡ್ತಾ ಇರೋ ಜನಗಳು, ಕನ್ನಡ ಜನಗಳ ಹತ್ರ ಮಾತಾಡ್ತಾ ಇದ್ದೀವಿ. ಇವರಿಗೆ ಒಂದು ನೀತಿ ಬೇಕಲ್ಲ. ಇವ್ರು ಸಿಕ್ಕಿದ್ದು ದುಡ್ಡೇನು ಕೊಡೋ ಅವಶ್ಯಕತೆ ಇಲ್ಲ, ದುಡ್ಡೇನು ಇನ್ನು ಖರ್ಚು ಮಾಡಬೇಡ. ಆದ್ರೆ ಈಗ ಸಿಕ್ಕಿದ 2 ಮೂಳೆ ಇದೆಲ್ಲ, ಅದು അത് അവർക്ക് അവകാശപ്പെട്ടതാണല്ലോ. അത് സംബന്ധിച്ച് നഷ്ടപരിഹാരം അവർക്ക് അവകാശപ്പെട്ടതാണ്. അതെ, അതൊന്നും ഔദാര്യമല്ലായിരുന്നു. ಈಗಲೂ ನಿಮ್ಮ ಹತ್ರ ಡೆತ್ ಸರ್ಟಿಫಿಕೇಟ್ ಬಗ್ಗೆ ಏನಾದ್ರು ಕಲೆಕ್ಟರ್ ಏನು ಕೇಳಿದ್ರೆ ಕಾಂಪನ್ಸೇಷನ್ ಅಮೌಂಟ್ ಅದು ಎಲ್ಲರೂ ಒತ್ತಾಯ ಮಾಡಿ ಮೇಲೆ ನಾವು ಪ್ರಾಜೆಕ್ಟ್ ಮಾಡಿದ್ವಿ. ಡೆತ್ ಸರ್ಟಿಫಿಕೇಟ್ ಏನು ನಾವು ಕೊಡ್ಲಿಲ್ಲ, ನಾವು ಕೇಳಿದ್ರೆ 5 ಲಕ್ಷ ಅದು ಸಿಕ್ತಲ್ಲ. ದುಡ್ಡಿನ ವಿಷಯ ಅಲ್ಲ, ನಮಗೆ ಒಂದು ಐಡೆಂಟಿಟಿ ಬೇಕಲ್ಲ. ಅಪ್ಪ ಅವ್ರು ತೀರ್ಕೊಂಡು ಹೋಗಿದಾರ ಇಲ್ಲ ಅದು ಗೊತ್ತಾಗ್ಬೇಕಲ್ಲ. ನಮ್ಗೆ DNA ರಿಪೋರ್ಟ್ ಕೊಡಬೇಕು, ಕೇರ್ಲೆಸ್ ಮಾಡಿ ಈ ಅವಸ್ಥೆ. ಈಗ ಏನ್ ಮಾಡ್ಬೇಕು? ಇವ್ರದ್ದು ಡೆತ್ ಸರ್ಟಿಫಿಕೇಟ್ ಇವ್ರ ತಪ್ಪಲ್ಲ. ಕೆಮಿಕಲ್ ಯಾರು ಜಾಸ್ತಿ ಹಾಕಿದ್ದಾರೆ ಅವರನ್ನ ಸಸ್ಪೆಂಡ್ ಮಾಡ್ಬೇಕು. ಅವರ ಇಷ್ಟು ರೆಸ್ಪಾನ್ಸಿಬಿಲಿಟಿ ಇಲ್ಲದ ಜನಗಳು ಆ ಒಂದು ಕೆಲಸ ಮಾಡ್ಲಿಕ್ಕೆ ಅವರಿಗೆ ಅವಕಾಶ ಇಲ್ಲ. ಸಸ್ಪೆಂಡ್ ಮಾಡಿ ಇವ್ರಿಗೆ ಡೆತ್ ಸರ್ಟಿಫಿಕೇಟ್ ಎಷ್ಟು ಜಲ್ದಿ ಆಗತ್ತೆ ಅಷ್ಟು ಜಲ್ದಿ ಕೊಡ್ಬೇಕು. ನಮ್ಮ ಕಡೆಯಿಂದ ಮಾತಾಡೋರು ಯಾರು ಇಲ್ಲ, ಹೋದ್ರೆ ನಾವೇ ಹೋಗ್ಬೇಕು. ഇവർക്കും വേണ്ടി സംസാരിച്ചിന് സ്വാമിജിനെ മൊത്തം കേസിൽ പെടുത്തിട്ടിരിക്കുന്നു. സ്വാമിജിക്ക് എത്രയും കേസ് ഒരുപാടുണ്ട്. ആ, അപ്പൊ ഞാനും സ്വാമിജിയും അടക്കമുള്ള കേസ് പറയണം. അപ്പൊ ഇങ്ങനെ എന്താ പറഞ്ഞാല് ഒരു പ്രയാസപ്പെട്ടിരിക്കുന്ന ആളുകൾ, നഷ്ടങ്ങൾ മൊത്തം ഞമ്മക്ക്, കേസും ഞമ്മക്ക്, പ്രശ്നങ്ങൾ. ഇവർക്കൊന്നും ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ലാത്തൊരു അവസ്ഥ
ಇವರಿಗೆ ಕೇಳಕ್ಕೂ ಹೇಳಕ್ಕೂ ಯಾರು ಇಲ್ಲ. ಬಂದಿದ್ದವನು ಹೇಳ್ತಾನೆ, ಮನೆ ಮಾಡ್ಕೊಡ್ತದೆ ಎಲ್ಲ ಹೇಳ್ತಾರೆ. ಹೇಳಿದಷ್ಟೇ ಹೊರಟೋಗೋದು ಅಷ್ಟೇ. ಇಲ್ಲಿ ಬಂದಿದ್ವಿ ಆ ಟೈಮಿಗೆ ಹೇಳಿದವ್ರದೆಲ್ಲ ನೀವ್ ಏನ್ ಮಾಡ್ಬೇಕಂದ್ರೆ ವಿಡಿಯೋ ಮಾಡಿ ಇಟ್ಟು ಅದು സോഷ്യൽ മീഡിയയിൽ ಹಾಕ್ಬೇಕು. ഈ വീടുണ്ടാക്കി കൊടുക്കാന്നിട്ട് ഈ വാഗ്ദാനം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഈ ആളുകളൊക്കെ അപ്പം വാഗ്ദാനം കൊടുത്ത വാർത്തയിൽ നിറഞ്ഞിട്ട് അന്നേരം ആളാവണ്. ഞാൻ അതിന് എപ്പോഴും എതിരാ. വയനാട്ടിലും കുറെ ആൾക്കാരുണ്ട് വീടുണ്ടാക്കി കൊടുക്കാന്ന് ഭയങ്കര വലിയ വർത്താനം പറഞ്ഞു പോകും. ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും മിണ്ടാത്ത കുറെ ആളുകളുണ്ട്. ഇങ്ങനെ ദുരന്ത ഭൂമിയിൽ വന്ന് വാഗ്ദാനങ്ങൾ കൊടുത്തു പോകണം. ഇതേപോലെ കഴിഞ്ഞ ദിവസം ഒരു 2 കുട്ടികൾ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ പറയുന്നുണ്ട് 42 പേര് ഇപ്പോഴും മണ്ണിനടി കിടക്കുന്നത്. അതെ, അന്വേഷണം നടത്തുന്നില്ല. ഈ ദുരന്ത ഭൂമിയിൽ വന്ന് വാഗ്ദാനങ്ങൾ അപ്പം കൊടുക്കുന്ന ആളുകള് ആ റെക്കോർഡ് ചെയ്ത വീഡിയോസ് പുറലോകത്തേക്ക് വിടണം. ഇവൻ ഇത്ര വാഗ്ദാനം നൽകിന് എന്ത് ചെയ്തെന്നുള്ളത്. ആ ബെനിഫിറ്റ് ഉണ്ടല്ലോ, ആ ടൈമിന് പബ്ലിസിറ്റി ബെനിഫിറ്റ് വാങ്ങിയിട്ട് പോണ കുറെ ആളുകളുണ്ട്. അതിനെതിരെ സംസാരിക്കുന്നത് ശരി. പിന്നെ ആ കിട്ടിക്കഴിഞ്ഞല്ലോ ആ ബെനിഫിറ്റ്. ഇതാണ് അവസ്ഥ ജഗന്നാഥന്റെ ഫാമിലിന്റെ. പിന്നെ ലോകേഷിന്റെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലോകേഷ് ഒറ്റത്തടിയായിരുന്നു. കുടുംബമൊന്നുമില്ല. കുടുംബമുണ്ട്, ഏട്ടനാനിയന്മാരും മക്കളില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞില്ലായിരുന്നു ചെറുപ്പക്കാരനെ. അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് 18 കിലോമീറ്റർ ദൂരം ഒരു ഗ്രാമത്തിലാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഒരു എന്താ പറഞ്ഞാൽ 4 സ്ത്രീകളാണ്. ഇവരെ കാര്യത്തിൽ എന്തെങ്കിലും എന്താ പറഞ്ഞാൽ വീടൊക്കെ ഏത് സമയത്തും ഇനി അടുത്ത മഴ, ഞാൻ ആലോചിക്കുന്നത് ഈ വീടിന്റെ ബാക്കിലാണ് ഇനി ഇടിയാനുള്ള ഒരു മല കിടക്കുന്നത്. എവിടേക്ക് പോകാനവര് ആലോചിക്കുമ്പോ ബേജാറാണ്. ഞമ്മക്കൊക്കെ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് ആലോചിക്കും. എന്നോ ഈ ടെൻഷനിൽ ഈറ്റിങ്ങൾ ജീവിക്കണല്ലോ. ഒരു ആണിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് വലുതാണല്ലോ. അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഈറ്റിങ്ങൾ ഇനി കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റൂം പോലും ഇല്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു റൂമാണുള്ളത്. അത് കഴിഞ്ഞാൽ അടുക്കള, വീട് ഫിനിഷ്. ಇವ್ರದೆಲ್ಲ ಮದುವೆ ಆಗ್ಬೇಕಂದ್ರೆ ಒಳ್ಳೆ ರೂಮ್ ಬೇಕಲ್ಲ, ಅದು ಇಲ್ಲ. ಆಗ್ಬೇಕಲ್ಲ. ನಾವಿದ್ದೀವಿ, ಓಕೆ, ಹಂಗೆ ಹಿಂಗೆಲ್ಲ ಹೋಗಲ್ಲ. ಸ್ವಲ್ಪ ದೂರ ಇದೀವಿ ಅಷ್ಟೇ, ಹತ್ರ ಇಲ್ಲ. ಸ್ವಲ್ಪ ಹೆಸರಾಗ್ತಾ ಇದ್ರು ಅವರು ಇಲ್ಲಾಂದ್ರೆ ಅಡಿಗೆ ನಡೀತದೆ. ಅವ್ರು ಮಾಡ್ಬೇಕಲ್ಲ, ಅವ್ರ ರೆಸ್ಪಾನ್ಸಿಬಿಲಿಟಿ. ನೀವು ಅವ್ರಿಗೆ ಓಟ್ ಹಾಕಿದ್ರಿ, ಗೆಲ್ಸಿದ್ರಿ, ಅವರು ಸತೀಶ್ ಅವರು ಇರ್ಲಿ. ಅವ್ರು ಬಂದಿದ್ದಾರೆ, ಅವ್ರು ಏನಾದ್ರು ಮಾಡ್ಕೊಡ್ಬೋದು, ನೋಡೋಣ. ಅವ್ರಿಗೆ ಅವ್ರದೇ ಪ್ರಶ್ನೆಗಳು ಇರ್ಬೋದು. ಆದ್ರೂ ನಿಮ್ ಪ್ರಶ್ನೆ ಏನು? ಈಗ ನ್ಯೂಸ್ ಅಲ್ಲಿ ಬಂದ್ರೆ ಅವ್ರು ಗೊತ್ತಾಗ್ಬೇಕಲ್ಲ, ಹಿಂಗೆ ಒಂದು ಫ್ಯಾಮಿಲಿ ಇದಾರೆ. കഥ പറയല്ലേ MLA ഇപ്പൊ ഇതായി വന്നിക്കണല്ലോ, ജാമ്യത്തിൽ വന്നിക്കണല്ലോ. അയാളെ ശ്രദ്ധയിലേക്ക് പെടുത്ത ನಾನು ಅವ್ರಿಗೆ ಮೆಸೇಜ್ ಮಾಡ್ತೀನಿ, നോക്കാം എന്താവും എന്നുള്ളത്. ഇതൊക്കെയാണ് അവസ്ഥ. ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാരും മറക്കും എല്ലാ കാര്യങ്ങളും. വാർത്തകൾ, തലക്കെട്ടുകൾ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, പുതിയ പുതിയ വാർത്തകളിലേക്ക് പോകും. എല്ലാരും പുതിയ വാർത്ത വരുമ്പോൾ അതിന്റെ പിന്നാലെ പോകും. പക്ഷെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ദുരന്തം കഴിഞ്ഞവർക്ക് അറിയാം അവന്റെ വീട്ടിലെ സ്ഥിതി എന്താ. ഇപ്പൊ ഇവിടെ ഒരു ചോറ് കഴിക്കുന്ന സമയമാണ്, ഒരു ഭക്ഷണത്തിന് സ്മെല്ല് പോലും വരുന്നില്ല. ഇവരൊക്കെ എങ്ങനെയാണ് ജീവിക്കണമെന്ന് ആർക്കറിയാം? ಊಟ ಎಲ್ಲ ಕರೆಕ್ಟ್ ಇದೆಯಾ? ಎಲ್ಲ ಮನೆಯಲ್ಲಿ ಎಲ್ಲ ಜಮಾನ ಎಲ್ಲ ಇದೆಯಲ್ಲ? ಏನಾದ್ರೂ ಬೇಕಾ? ഇതല്ല പരിസ്ഥിതി ഇങ്ങനെയാണ്. ഇതൊന്നും മറ്റുള്ളവർക്ക് ആർക്കും അറിയാനില്ല. ಅಮ್ಮ, ನಾವು ಇದ್ವಿ, ನಮಗೆ ಏನಿದ್ರು ಫೋನ್ ಮಾಡು. ಸ್ವಲ್ಪ ದೂರ ಇದ್ರು ನಾನು ಬಂದ್ಬಿಡ್ತೀನಿ. ನಾವು ಮಾತಿಗೆ ಬೆಲೆ ಕೊಟ್ಟು ಗೊತ್ತಲ್ಲ, ನಾವು ಹಂಗೆಲ್ಲ ಬಿಟ್ಟು ಹೋಗಲ್ಲ. ನಮ್ಗೆ ಏನು ಸಿಗ್ಲಿಲ್ಲ ಅಂತಾನೆ ಬೇಜಾರು. ಏನು ಸಿಗ್ಲಿಲ್ಲ, ಚಂದೆ ಭಾಳ ಬೇಜಾರು.
ಅಪ್ಲೈಟ್ ಹ. പിന്നെ ನೆನ್ಪರ್ತದೆ ಎಲ್ಲಿ ಸಿಗ್ಲಿಲ್ಲ ഓളതാ വിഷമം ഓളെ. അതായത് ഓളച്ഛന്റെ ഒന്നും കിട്ടിയില്ലാലോ, മറ്റുള്ളവർക്കൊക്കെ കിട്ടി, ഓളച്ഛന്റെ കിട്ടിയില്ല എന്നുള്ള എന്തെങ്കിലും കിട്ടുമ്പോഴാണ് വലിയ സങ്കടല്ലേ? ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ആരായിക്കോട്ടെ നഷ്ടപ്പെടുന്നത്, പാവപ്പെട്ടവന്റെ അതായിക്കോട്ടെ, വീട്ടിലുള്ള ആളായിക്കോട്ടെ, പണക്കാരന്റെ വീട്ടിലുള്ള ആളായിക്കോട്ടെ, നഷ്ടം വേർപാട് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഭയങ്കര വേദനയുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും വേറെ ആരും ആശ്രയിക്കാനില്ലാത്തൊരു അതെ. കുടുംബം എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികള് അച്ഛന്മാരെ ചെല്ലക്കുട്ടികളായിരിക്കും. അതെ അതെ. അതായത് അച്ഛന്മാര് ഓർക്ക് സൂപ്പർ ഹീറോസ് ആയിരിക്കും. അതെ. അതിപ്പോ പാവപ്പെട്ടവനും പണക്കാരനൊന്നുമില്ല, എല്ലാവർക്കും സൂപ്പർ ഹീറോസ് ഓരോ ഫാദർ ആയിരിക്കും. ഇവർക്കും അങ്ങനെ ആയിരിക്കും. ആ ഫാദറിനെ നഷ്ടപ്പെട്ട് നിൽക്കുമ്പോ എന്തായാലും ഇവർക്ക് ആ വിഷമം ഉണ്ടാവും. ആ വിഷമം നമ്മളിത് അയ്യോ പാവോ ജഗന്നാഥൻ പോയി അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു പടിയും കൂടി കടന്നിട്ട് ഇവരെ നമ്മൾ എന്താക്കണം കൂടെ അല്ല, ഉണ്ടാവും. അതിന്റെ ദുഃഖം മുഴുവൻ ഇവർക്കാണല്ലോ. കേരളത്തിലുണ്ട്, കർണാടകയിലുണ്ട്. അപ്പം ഇത് പെങ്ങന്മാരായി നമ്മള് മനസ്സിൽ എഴുതി പോയി. അപ്പൊ വരാതെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ട്, ഇവരെ കാര്യത്തിൽ എന്തായി എന്നുള്ള കുറെ ആൾ ചോദിക്കുന്നുണ്ട്. അതെ. ഇതാണ് സ്ഥിതി. എന്തായാലും ഇത് വാക്കാണ് ഇവർക്ക്. ഇവരെ കാര്യത്തിൽ നമ്മളെ കൊണ്ട് കഴിയണം ചെയ്യെങ്കിലും ഗവൺമെന്റിന്റേതായ രൂപത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു ഇതാവും. ഈ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് വിടേണ്ടതുണ്ട്. ഈ വീട്ടിൽ അങ്ങനത്തെ റൂം പോലും ഇല്ല. ഇതാണ് അവസ്ഥ. റൂം ഒന്നും ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ റൂം എല്ലാ മനയും നോക്കിട്ട് അത് ലക്ഷ്മൺ നായകിന്റെ ആ. മരിച്ചില്ലേ, ആ. ആ കുട്ടി ഉണ്ടാക്കിയത് ആ, ലക്ഷ്മൺ നായകിന്റെ കുട്ടി. ആ. അതുപോലെ യാതൊരു മണിതോ മണ്ണാണ്, മണ്ണില്. ആ. മണ്ണിൽ ഉണ്ടാക്കിയത് ഇനി ആ കുട്ടി. ആ, ആ, ആ കുട്ടി മരിച്ചു. ആ, ശരി. ആ, ലക്ഷ്മണന്റെ മകളല്ലേ മകൻ. ഇതിന്റെ കോല കണ്ടില്ലേ വീടിന്റെ? അതെ അതെ അതെ. ഇതാ കല്യാണം മൂത്ത മകളുടെ കല്യാണം നടന്നപ്പോഴതാണ് തോന്നുന്നില്ലേ? അക്കാന്റെ കല്യാണം. ശരി, നമ്മളിപ്പോ ഇവിടെ എത്തിയപ്പോ രാത്രി 9:30 മണിയായി. ക്ലോക്കിലെ ടൈം രാത്രി 9:30 മണിയായി. കുറേ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. നമ്മളോടൊപ്പം അബിയുണ്ട്, ഈശ്വർ മൽപ്പയുടെ കൂടെയുള്ള അബി. മനാഫിനോടൊപ്പം തോളോട് തോൾ നിന്ന 72 ദിവസത്തിൽ മിക്കവാറും ദിവസം മനാഫിനോടൊപ്പം നിന്ന അൽഫിനിഷ നിങ്ങളോടൊപ്പം ഉണ്ട്. ഇത് ജഗന്നാഥന്റെ രണ്ടാമത്തെ മകളാണ്. മൂത്ത മകൾ വിവാഹം കഴിഞ്ഞതാണ്. അമ്മയുണ്ട്, ഇളയ മകളുണ്ട്. ശ്രീനാരായണപുരമുണ്ട്. എന്തായാലും കേരളമായിട്ടുള്ള ബന്ധം അങ്ങനെ മാറ്റി കളയാൻ പറ്റില്ല അല്ലേ? കേരളമായിട്ടുള്ള ബന്ധം ശ്രീനാരായണപുരം